ക്രെയിൻ ഓപ്പറേറ്റർ ആൻഡ് ട്രിഗർ ട്രെയിനിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ക്രെയിനിൻ്റെ പാർട്ട് ലൈനിൻ്റെ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിൽ കിടക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ദ ഗ്രോവ് TM1150 ലോഡ് ചാർട്ട്, ഹൗ മെനി പാർട്സ് ഓഫ് ലൈൻ ആർ നീഡഡ് ടു ലിഫ്റ്റ് 65 ടൺ. അവർ ചോദിക്കുന്നത് ഗ്രോവ് TM1150 ക്രെയിന് 65 ടണ്ണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര പാർട്ട് ലൈൻ നമ്മൾ ഉപയോഗിച്ചാലാണ് നമുക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 1150 ലോഡ് ചാർട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു പാർട്ട് ലൈനിൻ്റെ കപ്പാസിറ്റി എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഗ്രോവ് TM1150 ലോഡ് ചാർട്ടാണ് എടുത്തേക്കുന്നത്. ലോഡ് ചാർട്ട് എടുക്കുമ്പോൾ തന്നെ ഏറ്റവും താഴെയോ അല്ലെങ്കിൽ ഏറ്റവും സൈഡിലോ നമുക്ക് ഇതിനെപ്പറ്റി അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഫുള്ള് നമുക്ക് ഇതിന് കൊടുത്തിരിക്കും. ഇതിപ്പോൾ 125 ടണ്ണ് 6 ഷീവ്, അതുപോലെ 30 ടണ്ണ് അങ്ങനെ ഷീവ്, അങ്ങനെ നമുക്കൊരു കോളത്തിൽ ഇതുപോലെ കൊടുത്തിരിക്കും ലോഡ് ചാർട്ടിനകത്ത്. അപ്പോൾ നമ്മളവിടെ ആദ്യം നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഷീവ് നമ്മൾ എത്ര ഉണ്ട്, ഫുൾ ഷീവ് നമ്മൾ എത്ര ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഫുൾ ഷീവ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന 6 അപ്പോൾ അതിൽ 125 ടണ്ണ് കപ്പാസിറ്റിയാണ് ഫുൾ ഷീവേ വരുമ്പോൾ. അപ്പോൾ ക്രെയിനിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 110 ടണ്ണേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഷീവിന് ശകലം കൂടുതലാണ് കപ്പാസിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തേക്കുന്നത് നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ആ ഒരു പാർട്ട് ലൈനിൻ്റെ കപ്പാസിറ്റിയാണ് നമുക്ക് നോക്കാനുള്ളത്. ആ എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ 65 ടണ്ണിന് എത്ര പാർട്ട് ലൈൻ നമ്മൾ ഉപയോഗിക്കണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ 6 പാർട്ട് ലൈനാണുള്ളത്, 6 ഷീവാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ 6നെ ഡബിൾ ആക്കണം, 12 ആക്കണം. 12 ആക്കിയിട്ട് കാര്യം നമ്മൾ ഒരു 6 ഷീവ് ഉള്ളപ്പോൾ നമുക്ക് പാർട്ട് ലൈൻ വരുമ്പോൾ 12 പാർട്ട് ലൈൻ വരും നമുക്ക്. അപ്പോൾ നമ്മൾ ഈ 6നെ നേരെ 12 ആക്കുക. ആദ്യം 12 ആക്കിയിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ കപ്പാസിറ്റി, ഈ ക്രെയിൻ്റെ ഏത് ക്രെയിനാണ് തരുന്നത് അതിൻ്റെ ഫുൾ കപ്പാസിറ്റി നമ്മൾ നോക്കണം. ഇപ്പോൾ ഇതിനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 110 ടണ്ണാണ് ഇതിൻ്റെ ഫുൾ കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ഏത് ക്രെയിനാണ് നമുക്ക് തരുന്നത് വെച്ചാലും, നമുക്കിപ്പോൾ ഗ്രോവ് തന്നാലും ശരി, 750 തന്നാലും ശരി, ആദ്യം നമ്മൾ അതിൻ്റെ ഷീവിൻ്റെ ഫുള്ള് ഷീവ് എത്ര നോക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി എത്ര നോക്കണം, ഫുൾ കപ്പാസിറ്റി എത്ര നോക്കണം. അപ്പോൾ ഇത് 110 ടണ്ണാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 6 ഷീവ്. അപ്പോൾ നമ്മൾ 6നെ നമ്മൾ ആദ്യം ഡബിൾ ആക്കണം. അതിനു മുമ്പ് നമ്മൾ ചെയ്യാനുള്ളത് ആദ്യം 110 എന്ന് ടൈപ്പ് ചെയ്തു, അത് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ, പിന്നെ നമുക്ക് 12, അതായത് 6 ഷീവാണുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ ഡബിൾ ആക്കുമ്പോൾ 12 ഡിവൈഡ് ബൈ 12. അപ്പോൾ നമ്മൾ 12 അടിച്ചിട്ട് നമ്മൾ പിന്നെ അത് സമം. അപ്പോൾ നമുക്ക് ആ ഒരു പാർട്ട് ലൈനിൻ്റെ കപ്പാസിറ്റി നമുക്ക് കിട്ടി 9.1666 അങ്ങനെ വരും അതിൻ്റെ കപ്പാസിറ്റി. ഒരു പാർട്ട് ലൈനിൻ്റെ കപ്പാസിറ്റിയാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്, ഇതിനകത്ത് തന്നിരിക്കുന്നത് 9.16. അടുത്ത് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, അവർ തന്നിരുന്ന 65 ടണ്ണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എത്ര പാർട്ട് ലൈൻ വേണമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു പാർട്ട് ലൈനിൻ്റെ കപ്പാസിറ്റി നമുക്ക് ഓൾറെഡി കിട്ടിയേക്ക് വേണം 9.166. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ 65 ടണ്ണിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം 9.166 കൊണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 65,000 നമ്മൾ 65 എന്ന് ടൈപ്പ് ചെയ്യുന്നുള്ളൂ. 65 ഡിവൈഡ് 9.1666. അത് 16 ഇട്ടാൽ മതി, കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോൾ 166 ഇട്ടുന്നു, ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ പേരിലാണ് ഫുൾ ഇടുന്നത്. എന്നിട്ട് സമം. അപ്പോൾ നമുക്ക് കാണിക്കുന്നത്, അതായത് നമുക്കിപ്പോൾ കാണിക്കുന്ന പാർട്ട് ലൈൻ കാണിക്കുന്നത് 7.0909, അതായത് 7 പാർട്ട് ലൈന് പറ്റില്ല, 7 പാർട്ട് ലൈന് കൂടുതൽ വേണം. അതായത് അപ്പോൾ 7 പാർട്ട് ലൈന് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അടുത്തത് എടുക്കാനുള്ളത് 8 പാർട്ട് ലൈനാണ് എടുക്കാനുള്ളത്. കാര്യം ഇത് 7 കറക്റ്റ് 7 നിൽക്കുമായിരുന്നെങ്കിൽ നമുക്ക് 7 പാർട്ട് ലൈൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ 7 കൂടുതൽ കാണിക്കുന്നതിന് വരെ നമ്മൾ ഇതിന് ഉത്തരം വരെ നമുക്ക് 8 പാർട്ട് ലൈനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിന് ഉത്തരം ശരിയാണ് 8 പാർട്ട് ലൈനെന്ന്. ഇത് കൊടുത്തിട്ടുണ്ട്, ബി 8 പാർട്ട് ലൈനാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഇതിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു A 6 പാർട്സ് ഓഫ് ലൈന്, B 8 പാർട്സ് ഓഫ് ലൈന്, C 9 പാർട്സ് ഓഫ് ലൈന്, 8, D 7 പാർട്സ് ഓഫ് ലൈൻ. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് കറക്റ്റ് വന്നിരിക്കുന്നത് 8 പാർട്ട് ഓഫ് ലൈനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 7 ചെയ്ത് കഴിഞ്ഞാൽ ശരിയല്ല, കാര്യം നമുക്ക് 7ൽ നമുക്ക് കറക്റ്റായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം പിന്നെ നമുക്ക് ചെറിയ ടണ്ണിൻ്റെ വ്യത്യാസം വരും. അതായത് നമ്മളിപ്പോൾ 5 ടണ്ണിൻ്റെ കപ്പാസിറ്റി ഒരു സാധനം നമ്മൾ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും അതിൽ കൂടുതലാണ് നമുക്ക് കപ്പാസിറ്റി റോപ്പിന് വേണ്ടത്. അല്ലാതെ ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞ് വെച്ച് ഒരിക്കലും നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. 7 നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ തെറ്റ് വരും, കാര്യം 7.09 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരേണ്ടത് 7 കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 8 ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് ദ ഗ്രോവ് TM1150 ലോഡ് ചാർട്ട്, ഹൗ മെനി പാർട്സ് ഓഫ് ലൈൻ ആർ നീഡഡ് ടു ലിഫ്റ്റ് 90 ടൺ.
ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് 90 ടണ്ണാണ് ചോദിച്ചേക്കുന്നത്. സെയിം ലോഡ് ചാർട്ട് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ 90 ടണ്ണ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര പാർട്ട് ലൈൻ ഉപയോഗിക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ 10 പാർട്ട് ലൈനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബി കൊടുത്തേക്കുന്നത് 9 കൊടുത്തേക്കുന്നത്. സി കൊടുത്തേക്കുന്നത് 8 ആണ്. ഡി കൊടുത്തേക്കുന്നത് 11. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. ഇതിപ്പോൾ 6 ഷീവാണ് കാണിക്കുന്നത്. നമ്മൾ 6നെ നമ്മൾ 12 ആക്കുക. പിന്നെ നമുക്ക് ടണ്ണ് കപ്പാസിറ്റി വന്നിരിക്കുന്നത് 110 ടണ്ണ്. ഈ 110 ടണ്ണിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 110 ഡിവൈഡ് 12 സമം അപ്പോൾ കാണിക്കുന്നത് 9.1666. അപ്പോൾ ആ ഒരു പാർട്ട് ലൈൻ്റെ കപ്പാസിറ്റിയാണത്. നമുക്ക് അടുത്ത നോക്കാനുള്ളത് 90 ടണ്ണ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എത്ര പാർട്ട് ലൈൻ വേണമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ 9.166 അതിൻ്റെ കപ്പാസിറ്റി. നമ്മളതിനെ 90നെ നമ്മൾ 9.166 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 90 ഡിവൈഡ് 9.16666 സമം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 9.818 വന്നിരിക്കുന്നത്. അതും 9 അല്ല, 9 കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ നമുക്ക് വരേണ്ടത് 10 പാർട്ട് ലൈനാണ് വരേണ്ടത്. എ ആണ് 10 പാർട്സ് ഓഫ് ലൈൻ. അടുത്തത് യൂസിങ് ഗ്രോവ് RT 755 ലോഡ് ചാർട്ട്. അടുത്തത് നമ്മൾ ഇതിനു മുമ്പ് എടുത്ത വീഡിയോ ഗ്രോവ് 1150 ആണ്. അപ്പോൾ ഇത് പറയുന്നത് ഗ്രോവ് RT 755 ആണ്. അപ്പോൾ ചോദ്യം നോക്കാം. ഹൗ മെനി പാർട്സ് ഓഫ് ലൈൻ റിക്വയർഡ് ടു ലിഫ്റ്റ് 16 ടണ്ണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 16 ടണ്ണ് എടുക്കാൻ വേണ്ടി നമുക്ക് എത്ര പാർട്ട് ലൈന് നമുക്ക് ഉപയോഗിക്കണം എന്നാണ് ചോദിക്കുന്നത്. അത് ഗ്രോവ് RT 755. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അതേ ലോഡ് ചാർട്ട് തന്നെ നമ്മൾ എടുക്കാവൂ, എങ്കിലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. കാര്യം നമ്മൾ ആദ്യം ചോദിച്ചിരുന്നത് ഗ്രോവ് 1150 ആണ്. ഇപ്പോൾ ഇത് ചോദിക്കുന്നത് ഗ്രോവ് RT 755 ഉണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ 755ൻ്റെ ലോഡ് ചാർട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. സെവൻ 755ൻ്റെ ലോഡ് ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ കപ്പാസിറ്റി ഉള്ളത് 50 ടണ്ണാണ്. അപ്പോൾ അതിൻ്റെ ഷീവ് നമുക്ക് നോക്കാം. ഇന്ന് ആദ്യം പറഞ്ഞോട്ട് തന്നെ നമുക്ക് ലോഡ് ചാർട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്കിതെല്ലാം ടൈപ്പ് ചെയ്ത് തന്നെ വരുന്ന ഒരു പേപ്പറിൽ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങൾ, ഷീവിൻ്റെ കാര്യങ്ങൾ എല്ലാം ഉള്ളത്. കാര്യം നമ്മൾ അതിനകത്ത് ഡ്രോയിങ് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഇത് ഫുള്ള് നമുക്ക് വേണം, എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനകത്ത് ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും ഷീവിൻ്റെ കാര്യം. ഇതിപ്പോൾ ഷീവ് കൊടുത്തേക്കുന്നത് 4 കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഗ്രോവ് 50 ടണ്ണിൻ്റെ ക്രെയിൻ്റെ ഷീവ് 4 ഷീവാണ് വരുന്നത്, ടോട്ടൽ ഷീവ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ചെയ്യാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെ നമ്മളിതിനെ ചെയ്യാനുള്ളത് 4നെ നമ്മൾ ഡബിളാക്കി 8 ആക്കണം. അപ്പോൾ മറ്റേത് നമുക്ക് 6 ആയിരുന്നു, അതിനെ നമ്മൾ 12 ആക്കിയത്. ഇതിപ്പോൾ 4 ഉള്ളൂ. അപ്പോൾ ഇതിനെ 4നെ നമ്മൾ നേരെ 8 ആക്കുക. 8 ആക്കിയിട്ട് നമുക്കുള്ള കപ്പാസിറ്റി ഉള്ള ഈ ക്രെയിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 50. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഷീവിൻ്റെ ഇവിടുത്തെ കപ്പാസിറ്റി നമ്മൾ നോക്കരുത്. കാര്യം ഇത് എപ്പോഴും ഷീവ് നമുക്ക് കൂടുതൽ കപ്പാസിറ്റി എടുത്തുള്ളൂ. കാര്യം ഇപ്പോൾ 50 ടണ്ണിൻ്റെ ക്രെയിൻ ആണെങ്കിൽ നമുക്ക് അതിനൊരു കപ്പാസിറ്റി കൂടുതലായിരിക്കും ആ ഷീവിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയല്ല പഠിക്കേണ്ട, ക്രെയിൻ്റെ കപ്പാസിറ്റി ലോഡ് ചാർട്ടിനുള്ള മാക്സിമം കപ്പാസിറ്റി അത് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ 50നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4 ഷീവാണ്, 4നെ നമ്മൾ ഡബിളാക്കി 8 ആക്കി ആ 8 നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ അതിന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട 50,000 എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി 50,000 ചെയ്യേണ്ട 50 തന്നെ ചെയ്താൽ മതി. കാര്യം നമുക്ക് അല്ലാതെ 50,000 ഒന്ന് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ അതുകൊണ്ട് നോക്കി 50 ഡിവൈഡഡ് നമുക്ക് 4 ഷീവാണുള്ളത്. അപ്പോൾ നമ്മൾ 8 ആക്കി 8 സമം ഒരു ഷീവിൻ്റെ കപ്പാസിറ്റി കാണിച്ചേക്കുന്നത് 6.25 ആണ് കാണിക്കുന്നത്. 6.25 ആണ് ഒരു പാർട്ട് ലൈനിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് 6.25 നമുക്ക് നോക്കാം, അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം എങ്ങനെയാണെന്ന്. കാര്യം അവർ ചോദിച്ചിരുന്നത് 16 ടണ്ണാണ്. ആദ്യം 16 ടൈപ്പ് ചെയ്യാം. 16 ടൈപ്പ് ചെയ്യാം. പിന്നെ 16 നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. പിന്നെ ആ ഒരു പാർട്ട് ലൈനിൻ്റെ കപ്പാസിറ്റിയാണ് 6.25. 6.25 സമം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്
2.56 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് 2 പാർട്ട് ലൈൻ അല്ല, 2ൽ കൂടുതലുണ്ട്. അതായത് 2.56 3ആയിട്ടില്ല എങ്കിലും 2ൽ കൂടുതലുണ്ട്. അപ്പോൾ നമുക്കിതിന് പാർട്ട് ലൈൻ എത്ര വേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിന് 3 പാർട്ട് ലൈനാണ് നമുക്ക് എടുക്കേണ്ടത്. ആ 3 പാർട്ട് ലൈൻ എടുത്താൽ മാത്രമേ നമുക്ക് ഈ 16 ടണ്ണ് നമുക്ക് അതിനകത്ത് സേഫ്റ്റി ആയിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിന് ആൻസർ വന്നിരിക്കുന്നത് ഈ എ ആണ്, 3 പാർട്ട് ലൈൻ. അടുത്ത ക്വസ്റ്റ്യനാണ് യൂസിങ് ദ ഗ്രോവ് RT755 ലോഡ് ചാർട്ട്. സെയിം ലോഡ് ചാർട്ട് തന്നെയാണ്. ഹൗ മെനി പാർട്സ് ഓഫ് ലൈൻ റിക്വയർഡ് ടു ലിഫ്റ്റ് 32 ടൺ. അത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 32 ടൺ എടുക്കാൻ വേണ്ടി നമ്മൾ എത്ര പാർട്ട് ലൈൻ ഉപയോഗിക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ വരി അത് ഇനിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ആ ഒരു റോപ്പിനുള്ള കപ്പാസിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ 6.25 ആണ്. കാര്യം നമ്മൾ ആ 4 ഷീവിനെ നമ്മൾ 8 ആക്കി, 8നെ നമ്മൾ 50 ടണ്ണ് കപ്പാസിറ്റി ഉള്ള ക്രെയിനെ നമ്മൾ 50ആയിട്ട് ഡിവൈഡ് ചെയ്ത് 8നെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയാണ് നമുക്ക് 6.25. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ 32 എന്ന് ടൈപ്പ് ചെയ്യാം. കാര്യം ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 32 ടണ്ണ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എത്ര പാർട്ട് ലൈൻ വേണമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ 32 എന്ന് ടൈപ്പ് ചെയ്തു. 32 എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. 6.25 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സമം 5.12 5.12 വന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5.12 വന്നപ്പോൾ 5 കൂടുതലായി. അപ്പോൾ നമുക്ക് ഇതിന് ഉപയോഗിക്കേണ്ട പാർട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ 6 പാർട്ട് ലൈനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാര്യം 5 കൂടുതലായപ്പോൾ നമ്മൾ 5ൽ ഒരു പോയിൻ്റെങ്കിലും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പാർട്ട് ലൈൻ എത്ര അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, 6ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ 6ൽ ഒരു പോയിൻ്റെങ്കിലും നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് 7 ഉപയോഗിക്കണം. ഇപ്പോൾ 5ൽ ഒരു പോയിൻ്റാണ് 12 കൂടി 5.12 വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 6 പാർട്ട് ലൈനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര നോക്കാം. ഇത് സി ആണ്, 6 പാർട്ട് ലൈൻ. അപ്പോൾ വളരെ ഈസിയായിട്ട് ഇതിങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാൻ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡായിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആറാമത്തെ എക്സാമിൽ നമുക്ക് വളരെ ടൈം കുറവായിരിക്കും. ടൈം കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷൻ നമുക്ക് കുറച്ച് സമയം നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ ചില സമയം കൂടുതലായാലും ശരി നമുക്ക് എക്സാം നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫുള്ള് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. എല്ലാം നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷം അതിന് ഏതാണ് ലോഡ് ചാർട്ട്, അതിന് ഏതാണ് ഡയഗ്രാം അത് തന്നെ എടുക്കാവൂ. കറക്റ്റായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ആദ്യം തന്നെ നോക്കണം. ഏതിൻ്റെ ലോഡ് ചാർട്ടാണ് ചേരുന്നത്, അതിൽ ഏതിൻ്റെ ഡയഗ്രാമാണ് തരുന്നത് എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കനോടൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി അടുത്ത വീഡിയോ ഉള്ളത് നമുക്ക് കാൽക്കുലേഷൻ്റെ വീഡിയോ ആണ് നമുക്കുള്ളത്. അപ്പോൾ ഓക്കെ.